Hi everyone. Today we are going to discuss about the poem Sexes by Henry Wadsworth Longfellow. Let's look upon about the poet Henry Wadsworth Longfellow. He was born on 27th February 1807, was an American poet and educator. He became a professor at Bowdoin College and later at Harvard College after studying in Europe. His first major poetry collection were Voices of the Night in 1839 and Ballads and Other Poems in 1841. He became perhaps the most popular American poet of his day. He died on 24th March 1882. സോ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ അമേരിക്കൻ പോയറ്റ് ആയിരുന്നു ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. So now let's move to the detailed explanation of the poem. We have not wings, we can't soar, but we have feet to scale and climb by slow degrees, by more and more, the cloudy summits of our time. ഈ ഒരു ലൈൻസ് കൊണ്ട് പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസ് ഡു നോട്ട് ഹാവ് വിങ്സ് ലൈക്ക് ബേർഡ്സ് സോ വി കാൻ റൈസ് ഇൻസ്റ്റൻ്റ്ലി ഓർ എഫേർട്ട്ലെസ്ലി. ഈ ഒരു പോമിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ സക്സസ് എന്നുള്ളതാണ്. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് ഈസി ടു അക്വയർ. നമുക്ക് എളുപ്പത്തിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. നമുക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിരിക്കും, ഒരുപാട് എഫേർട്ട് എടുക്കണം, ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തെങ്കിലാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയുള്ളൂ. പെട്ടെന്നൊരു നിമിഷം നമുക്ക് സക്സസ്ഫുൾ ആവാനൊന്നും കഴിയില്ല. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമാണ്, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. സോ ഹിയർ നമ്മുടെ പോയിന്റ് പറയാണ് ദ ഹ്യൂമൻ ബീയിങ്സ് വിച്ച് ഇസ് കമ്പയർ ടു എ ബേർഡ്. ഒരു ബേർഡുമായിട്ടാണ് ഹ്യൂമൻ ബീയിങ്സിനെ കമ്പയർ ചെയ്യുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ഡു നോട്ട് ഹാവ് വിങ്സ് ലൈക്ക് ബേർഡ്സ്. പക്ഷികളെ പോലെ ഹ്യൂമൻ ബീങ്സിന് എന്തില്ല, ചിറകുകളില്ല. ഇപ്പോൾ ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ ബേർഡ്സിന് ചിറകുകളുണ്ട്, വിങ്സ് ഉണ്ട്. സോ ദേ ക്യാൻ ഈസിലി ഫ്ലൈ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് അവരുടെ വിങ്സ് യൂസ് ചെയ്ത് ഫ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലെ ഒരു ഹ്യൂമൻ ബീങ് മനുഷ്യന്മാർക്ക് കഴിയില്ല, ഫ്ലൈ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ പക്ഷികളെ പോലെ വിങ്സ് ഒന്നുമില്ല. ദേ വോണ്ട് ടു ടേക്ക് എഫേർട്ട്, അവർ ദേ വോണ്ട് ടു പുട്ട് എഫേർട്ട്. അവർ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദേ ക്യാൻ റൈസ് എന്ന് പറയുന്നത്. അവർക്ക് ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവർ എഫേർട്ട് എടുത്തിരിക്കണം, മനുഷ്യന്മാർ എഫേർട്ട് എടുത്തിരിക്കണം. അല്ലാതെ പക്ഷികളെ പോലെ വിങ്സ് ഒന്നുമില്ല എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. However, we have the ability to climb step by step using effort and determination. നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ, പടിപടിയായി ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് എഫേർട്ടും ഡിറ്റർമിനേഷനും കൺസിസ്റ്റൻസിയും എല്ലാം ഹാർഡ് വർക്കും എല്ലാം വേണം. പ്രോഗ്രസ് ഹാപ്പൻസ് ഗ്രാജുവലി, ലിറ്റിൽ ബൈ ലിറ്റിൽ, നോട്ട് ഓൾ അറ്റ് വൺസ്. നമുക്ക് പതുക്കെ ഒരു പടിപടിയായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് പെട്ടെന്നൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഒരുപാട് എഫേർട്ട് എടുത്താൽ, അല്ലെങ്കിൽ ലിറ്റിൽ ബൈ ലിറ്റിലാണ് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് എത്തിപ്പോകാൻ പറ്റും, അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പതുക്കെ ആയിരിക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആരും വിചാരിക്കാൻ പറ്റില്ല പെട്ടെന്ന് എനിക്കൊരു റിസൾട്ട് കിട്ടും എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. അതിൻ്റെ റിസൾട്ട് പതുക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളൊരു എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ടൈം കുറച്ച് ചിലപ്പോൾ പതുക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ പോലും ആ റിസൾട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമ്മളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. We can reach great heights, success or achievements, even if they seem distant or difficult. നമുക്ക് ഒരുപാട് ഗ്രേറ്റ് ഹൈറ്റ്സിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സും സക്സസ്സും എല്ലാം നേടിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് സക്സസ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻറ്റിലായിരിക്കും നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഇനി സക്സസ്ഫുൾ ആണെങ്കിൽ ഭയങ്കര ടഫാണെങ്കിൽ, ഒരുപാട് ഡിഫിക്കൽട്ടാണ്, ഒരുപാട് ദൂരം ഞാൻ ഇനിയും പോകണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അത് അഫ്കോഴ്സ് ശരിയാണ്, ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അതും വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സിങ്ങനെ വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എഫേർട്ട് എടുക്കണം, നമ്മൾ ആക്ഷൻ ചെയ്തെങ്കിൽ മാത്രമല്ല. അത് വേർഡ്സ് കാൻ മേക്ക് ആൻ ആക്ഷൻ, വേർഡ് സ്പീക്സ് ലൗഡർ ദാൻ ആക്ഷൻ, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ ആക്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ വാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കുന്നു വേണം, നമ്മൾ ആക്ഷൻ പുട്ട് ചെയ്യണം, എങ്കിലാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ബൾബ് കണ്ടുപിടിച്ചിട്ടുള്ള തോമസ് ആൽവ എഡിസന് ഫസ്റ്റ് ടൈമിൽ അദ്ദേഹത്തിന് ബൾബ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു 100 ടൈംസ് ചെയ്തിട്ടാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബൾബ് അദ്ദേഹത്തിന് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ അദ്ദേഹത്തിന് ഫെയിലായി, രണ്ടാമതും ഫെയിലായി, മൂന്നാമതും നാലാമതും അഞ്ചാമതും ഫെയിലായി. അപ്പോൾ അദ്ദേഹം അതവിടെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു സക്സസ്ഫുൾ റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബൾബ് ഇൻവെൻറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം 5-6 തവണ തോൽക്കാതെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണ അദ്ദേഹം ഫെയിലായപ്പോഴും അദ്ദേഹം കണ്ടുപിടിക്കുകയായിരുന്നു എന്താണ് എനിക്ക് സംഭവിച്ചിട്ടുള്ള ഫോൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് 100ാമത്തെ തവണ ആ അത്രയും ഫോൾട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അതുപോലെ നമ്മളും എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈം ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ലിറ്റിൽ ബൈ ലിറ്റിൽ നമ്മൾ എഫേർട്ട് പുട്ട് ചെയ്ത് സക്സസ്ഫുൾ റിസൾട്ടിലേക്ക് എത്തണമെന്നാണ് പറയുന്നത്. The mighty pyramids of stone that verge like cleave the desert air, when nearer seen and better known, are but gigantic flights of stairs.
ഹിയർ ദ പോയിറ്റ് റെഫേഴ്സ് ടു ദ ഹ്യൂജ് പിരമിഡ് വിച്ച് ഇസ് എ സിമ്പിൾ ഓഫ് ഗ്രേറ്റ്നസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. ഇവിടെ നമ്മുടെ പോയിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് പിരമിഡ് എന്ന് പറയുന്നത്. ഈ പിരമിഡിനെ ഇമേജ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വിച്ച് ഇസ് എ സിമ്പിൾ ഓഫ് ഗ്രേറ്റ്നസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ്നസിൻ്റെയും അച്ചീവ്മെൻറ്റിൻ്റെയും സിമ്പിളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ദി സ്റ്റാൻഡ് ടോൾ ആൻഡ് ഷാർപ്പ് കട്ടിങ് ത്രൂ ദ എയർ ഇൻ ദ ഡെസേർട്ട്. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടോളാണ്, അതുപോലെ ഭയങ്കര ഷാർപ്പാണെന്ന് പറയുന്നത്. ബട്ട് വെൻ വി ലുക്ക് അറ്റ് ദം ക്ലോസ്ലി വി റിയലൈസ് ദേ ആർ മെയ്ഡ് ഓഫ് സ്റ്റെപ്സ് ലൈക്ക് സ്റ്റെയേഴ്സ്, സജസ്റ്റിംഗ് ദാറ്റ് ഈവൻ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ആർ ബിൽഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ നമ്മൾ ഈ പിരമിഡിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിച്ച് വാസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റെപ്സ് ലൈക്ക് സ്റ്റെയേഴ്സ്. സ്റ്റെയർ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെയാണ് പിരമിഡ് ഉള്ളത്. ഒരുപാട് സ്റ്റെപ്പായിട്ടാണല്ലോ പിരമിഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പിരമിഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ്നസ് ആണ്. സോ ഒരു പിരമിഡ് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെയർ ഇതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയെങ്കിൽ മാത്രമാണ് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ പിരമിഡ് എന്നുള്ളൊരു ഇമേജ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ ഡിസ്റ്റൻറ്റ് മൗണ്ടൻസ് ദാറ്റ് അപ്രയർ. ദ ഡിസ്റ്റൻറ്റ് മൗണ്ടൻസ് ദാറ്റ് അപ്രയർ എന്ന് പറഞ്ഞാൽ മൗണ്ടൻസ് അപ്പിയേഴ്സ് വെരി ടോൾ ആൻഡ് അൺറീച്ചബിൾ ഫ്രം ഫാർ അവേ. മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോളാണ്, നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ല, കുറച്ച് ഫാർ അവേ ആണ്. നമ്മൾ താഴെ നിന്ന് നോക്കുന്ന സമയത്ത് മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോളാണ്, അങ്ങോട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്, അൺറീച്ചബിൾ ആണ്. They are solid bastions of the skies. They look like the strong walls reaching into the sky. നമ്മൾ താഴെ നിന്ന് മൗണ്ടൻസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നും മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ, ആകാശമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഒരു സ്ട്രോങ് വാളായിട്ടാണ്, സ്കൈയുടെ ഒരു സ്ട്രോങ് വാളായിട്ടാണ് നമുക്ക് മൗണ്ടൻസിനെ കാണാൻ പറ്റുന്നത്. Across by the pathways that appear. But as we get closer, we begin to see the paths on them. ഇനി നമ്മൾ ആ മൗണ്ടൻസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ക്ലോസ് ആയിട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു പാത്ത് വേസ് മനസ്സിലാവും, അല്ലെങ്കിൽ ആ മൗണ്ടൻസിൽ തന്നെ ഒരുപാട് വഴികളുണ്ടായിരിക്കും, അങ്ങോട്ട് എത്തിച്ചേരാനുള്ള വഴികളൊക്കെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മൾ ദൂരെ നിന്ന് എന്തിനേയും നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ദൂരമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടും ഹാർഡായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ക്ലോസർ ആകുമ്പോഴാണ് നമുക്കത് എത്രത്തോളം ഒരു ഡിഫറെൻറ്റ് വേസും അല്ലെങ്കിൽ പാത്ത് വേസൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ അയ്യോ അതെനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് എത്താൻ പറ്റില്ല, വളരെ ഹാർഡല്ലേ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ എന്നും അതങ്ങനെ വിചാരിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്നാലാണ് നമുക്കത് സ്മൂത്ത് ആവുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും, വീണ്ടും നമ്മൾ ചെയ്ത് നോക്കാൻ, വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്കത് ഈസിയർ ആവുമെന്നാണ് നമ്മുടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. As we to higher levels rise, the higher we climb, the clearer the path becomes. The progress reveals the way forward. So നമ്മൾ ഹയർ വി ക്ലൈംബ്, നമ്മൾ അങ്ങോട്ട് ക്ലൈംബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പാത്സൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടീസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള വഴികളൊന്നും തുറന്നു തരില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇറങ്ങി നമ്മൾ ട്രൈ ചെയ്യും തോറുമാണ് നമ്മുടെ മുന്നിലുള്ള വഴികളൊക്കെ നമുക്ക് ക്ലിയർ ആവുള്ളൂ എന്നാണ് പറയുന്നത്. The heights by great men reached and kept. സക്സസ്ഫുൾ പീപ്പിൾ ഹാവ് റീച്ച്ഡ് ദ ഗ്രേറ്റ് ഹൈറ്റ്സ് ഇൻ ലൈഫ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാവരും അവരുടെ ലൈഫിൽ ഒരു ഗ്രേറ്റ് ഹൈറ്റിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് എത്തിയിട്ടുള്ളതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ല. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ഈ ഒരു ക്രിക്കറ്റിൽ ഒരു വലിയൊരു മനുഷ്യനായി മാറിയിട്ടുള്ളതൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ MS ധോണി ആണെങ്കിലും നമ്മൾ ആ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവർക്കും പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ഹയസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഹൈറ്റ്സിലേക്ക് അവരുടെ ലൈഫിൽ എത്തിയിട്ടുള്ളതല്ല. അവരെല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഫേമസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് എല്ലാം നേടിയിട്ടുള്ളത്. were not attained by the sudden flight. They did not achieve success suddenly or easily. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ആരും പെട്ടെന്ന് ഒരു സക്സസ് നേടിയെടുത്തിട്ടുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ they didn't achieve this success easily or suddenly. പെട്ടെന്ന് ഈസി ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നോ അവർ സക്സസ് നേടിയെടുത്തിട്ടുള്ള ആളുകളല്ല. But they, while their companions slept, while others were resting or inactive. അവർ മറ്റുള്ള ആളുകളെല്ലാം റെസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ടൊന്നും ചെയ്യാതെ അവരുടെ ലൈഫിലേക്കുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഇനാക്റ്റീവായിട്ടുള്ള സമയത്ത് were toiling upward in the night. They were working hard even in difficult times to reach their goals. മറ്റുള്ള ആളുകളൊക്കെ ഇനാക്റ്റീവായിട്ടൊന്നും ചെയ്യാതെ അവരുടെ ലൈഫിലേക്ക് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് നേടിയെടുക്കാതെ ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം ആ സമയത്ത് എന്താ ചെയ്തിരുന്നത്? വർക്കിംഗ് ഹാർഡ്. അവരെല്ലാം ആ സമയത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ട് ടൈംസിലൂടെയും ഉറങ്ങാത്ത ഒരുപാട് രാത്രികളുണ്ടായിരിക്കും അവർക്ക് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇന്ന് അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സക്സസ് നേടിയെടുത്ത സമയത്ത് നമ്മളിവിടെ കഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ നേരത്തെ കഷ്ടപ്പെടണമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും ഇനാക്റ്റീവായിട്ടിരിക്കാതെ നമ്മൾ റെസ്റ്റ് ചെയ്തിരിക്കാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഡിഫിക്കൽട്ട് ടൈംസിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടതെന്നാണ് പറയേണ്ടത്. So this poem which teaches us that success is gradual, not instant. So ഈ ഒരു പോം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ സക്സസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു നിമിഷം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല.
The great achievements come from hard work and persistence. Even the greatest people reach the success through continuous effort. നമുക്ക് അച്ചീവ്മെൻറ്റ് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമുക്കൊരു പേഴ്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പേഴ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3 തവണ നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇനി എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ പിന്മാറാതെ നമ്മൾ വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് എന്നുള്ള നമ്മുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കി അത് പഠിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം വേണ്ടത്. ആ ഒരു പേഴ്സിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇവൻ ദ ഗ്രേറ്റസ്റ്റ് പീപ്പിൾ റീച്ച് ദ സക്സസ് ത്രൂ കണ്ടിന്യൂസ് എഫേർട്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ എല്ലാവരും കണ്ടിന്യൂസ് എഫേർട്ടിലൂടെ മാത്രമാണ് സക്സസ് നേടിയെടുത്തിട്ടുള്ളത്. സോ ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. താങ്ക് യു.